ബഹുമാന്യനായ മുഖ്യമന്ത്രി നിലമ്പൂരിൽ വന്ന അദ്ദേഹം ധാരാളം സ്ഥലങ്ങളിൽ പ്രഭാഷണം നടത്തി. അദ്ദേഹം എൻ്റെ കൂടി ഞങ്ങളുടെ കൂടി മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിലും പച്ചക്കള്ളം പ്രഭാഷണത്തിൽ അദ്ദേഹം ഉദ്ധരിക്കുകയുണ്ടായി, അല്ലെങ്കിൽ പറയുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത് കാശ്മീരിൽ തരിഗാമി മത്സരിക്കുന്നിടത്ത് ജമാഅത്തെ ഇസ്ലാമി BJPയുടെ കൂടെ നിന്നു എന്നുള്ളതാണ്. അങ്ങൊരു മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം വളരെ ഉത്തരവാദിത്വത്തോടു കൂടി സംസാരിക്കേണ്ട വ്യക്തിത്വമാണ്. അദ്ദേഹം നടത്തിയ സ്റ്റേറ്റ്മെൻറ്റിൽ പറഞ്ഞത് തരിഗാമിയെ പരാജയപ്പെടുത്താൻ വേണ്ടി BJPയെ പിന്തുണച്ചു എന്നുള്ളതാണ്. വസ്തുതാപരമായി 4-5 തെറ്റുകൾ അതിലുണ്ട്. ഒന്ന്, ഇന്ത്യൻ ജമാഅത്ത് ഇസ്ലാമിക്ക് കാശ്മീരിൽ ഘടകങ്ങളില്ല. രണ്ടാമത്, ജമാഅത്തെ ഇസ്ലാമി അവിടെ BJPയെ പിന്തുണച്ചിട്ടില്ല, അവിടെ ഉള്ള ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചിട്ടില്ല. മൂന്നാമത്, അവിടെ NDAക്ക് സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു. നാലാമത്, അവിടെയുള്ള ജമാഅത്തെ ഇസ്ലാമി പ്രവർത്തകർ പിന്തുണച്ചത് അവിടെയുള്ള ഒരു സ്വതന്ത്രനെയാണ്. അതോടൊപ്പം മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ടത്, തരിഗാമിയെ അവിടെയുള്ള ജമാഅത്തെ ഇസ്ലാമി പിന്തുണച്ചില്ല എന്ന് മാത്രമല്ല, BJP പിന്തുണച്ചു എന്ന് പറയുന്ന മുഖ്യമന്ത്രി അതേസമയം തന്നെ രാജസ്ഥാനിലെ സിക്കറിലും തമിഴ്നാട്ടിലെ ഡിണ്ടിഗലും തമിഴ്നാട്ടിലെ മധുരയിലും അതേസമയം ജമാഅത്തെ ഇസ്ലാമി CPIഎമ്മിന് വോട്ട് ചെയ്തിരിക്കുന്നു എന്ന കാര്യം കൂടി മുഖ്യമന്ത്രി മനസ്സിലാക്കാത്ത ഒരാളാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ CPIഎമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും നിലമ്പൂർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ജമാഅത്തെ ഇസ്ലാമിക്ക് നേരെ പച്ചക്കള്ളം മുന്നിൽ വെച്ചുകൊണ്ടുള്ള വർഗീയ വിഭാഗീയ പ്രവർത്തനങ്ങൾക്കാണ് വഴിമരുന്നിട്ട് കൊടുത്തത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല.